കാട്ടിൻ്റെ ഉള്ളിലൊരു ഗ്രാമം. അതിൽ സ്കൂളൊന്നും പോകാണ്ട് പണിക്ക് പോകുന്ന കുറേ പിള്ളേരും ഐറ്റിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നൊരു മാഷും. എല്ലാ മാഷെ ഈറ്റിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാകൂലേ? മോനെ, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇവന്മാരെ പഠിപ്പിക്കാനുള്ള പൈസ ഞാൻ എടുക്കാം. നീ ജസ്റ്റ് പിള്ളേർ സ്കൂളിലേക്ക് അയച്ചാൽ മാത്രം മതി. അതിപ്പോ ലാഭായല്ലോ. നല്ലൊരു മാഷ്, നല്ല സ്വഭാവം. ഒരു ദിവസം നമ്മൾ മാഷ് കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോണ്ടോ കുറെ കഞ്ചാവ് ടീംസ് ഒരു ആനനെ കൊല്ലാൻ നോക്കുന്നു. ഇത് കണ്ടപാട് മാഷ് വെറുതെ വെക്കുവോ? അപ്പോഴും മാഷ് കയറി ചോദിച്ചു, മുട്ടാൽ പസങ്ങളാ, അറിവില്ലടാ உங்களுக்கு? ആ കിട്ടി, ചോദിച്ചു വാങ്ങി. അപ്പടെ ഒരു കൊച്ചർക്ക് 6 മാഷിനടിക്കുന്നു പറഞ്ഞ് കുറെ അമ്പും ബില്ലെല്ലാം എടുത്തിറങ്ങും. ഇത് നമ്മൾ കഥാനായകൻ ഉസ്താദിന്റെ ഉണ്ടോ. എന്നിട്ട് ഈ കുട്ടി ഉസ്താദ് എല്ലാം നമ്പേത് കൊല്ലും. മാഷിന്റെ ജീവൻ രക്ഷിച്ചില്ലേ? മാഷിനെ വെറുതെ വെക്കുവോ? മാഷപ്പടിവനെ ദത്തെടുത്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങും. ഈ മൂക്കത്ത് ശുണ്ടിയുള്ള കുട്ടി ഉസ്താദ് ഒരു ദിവസം അവിടുത്തെ സ്കൂളിലെ വാർഡനെ പിടിച്ചടിക്കും. ഇവൻ എന്തിനു വാർഡൻ അടിച്ചും ചോദിക്കാൻ നമ്മളെ മാഷ് ഇവനെയും കൂട്ടി ബാർപ്പിന് മണ്ടക്കേക്ക് പോകും. ഇയാൾക്ക് ചോദ്യം ചെയ്യാൻ താഴ്ന്നൊരു സ്ഥലം കിട്ടില്ല. അതുകൊണ്ട് ഇയാൾ ടെറസിന്റെ മണ്ടക്കേരി ഒരു കസാല എടുത്തിട്ട് ഇരുന്നിട്ട് അവിടുന്ന് ചോദ്യം ചെയ്യും. ആ സീനും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ കൊച്ചർക്ക, നീ എന്തിനാണ് വാർഡൻ അടിച്ചേ? എനിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അപ്പോൾ ടെറസിന്റെ മണ്ടക്കേക്ക് വരുമ്പോൾ ഒരു കസേര എടുത്തോ. ശരിക്കും സംഭവം എന്താ വെച്ചാൽ ഈ വാർഡന്റെ കഴപ്പ് കാരണം അവിടെ ചോറ് വെച്ച് കൊടുക്കുന്ന ഒരു പാവം ചേച്ചിനെ പിടിച്ച് അടിക്കൂ. അതുകൊണ്ടാണ് നമ്മളെ കുട്ടി ഉസ്താദ് അയാൾക്കിട്ടൊന്ന് പൊട്ടിക്കുന്നത്. ഈ കുട്ടി ഉസ്താദ് ഫുൾ ടൈം ബുക്ക് വായിച്ചിരിക്കില്ല പരിപാടി. അതുകൊണ്ട് തന്നെ ഇവനെ തലയിൽ ഫുള്ള് വിപ്ലവവും അനീതിക്കെതിരെയുള്ള പോരാട്ടവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ മാഷ് ഇവന് ഭഗത് സിംഗ് എന്ന് പേരിടും. അപ്പോഴും പറയും, ഭഗത് സിംഗ് എന്ന് മാത്രം കേൾക്കാനൊരു രസമില്ല, അതിന് മുന്നിൽ ഉസ്താദും കൂടി കയറ്റിയാൽ നല്ലേ ഉണ്ടാവും. അങ്ങനെയാണ് ഉസ്താദ് ഭഗത് സിംഗ് ആണ്. നമ്മളെ മാഷിന് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇയാൾ വിയേർഡ് പ്ലേസ് മാത്രം സെലക്ട് ചെയ്യും. നേരത്തെ കണ്ടില്ല ടെറസിന്റെ മേലെ, ഇപ്പൊ നോക്കിയ കാട്ടിന് നടുക്ക്. അതെല്ലാം വിട്. നമ്മളെ മാഷിന് ബെസ്റ്റ് ടീച്ചറിനുള്ള സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപാട് ഇവനെ പാർട്ടി ചേർക്കാൻ വേണ്ടി ഒരു മിനിസ്റ്റർ വരും. ഏതായാലും മിനിസ്റ്റർ ഈ കാർഡ് വരെ ഒന്ന് വിളിച്ചാലേ പാർട്ടി ചേർന്നാളെന്ന് വിചാരിച്ച് ഇയാൾ പോയി പാർട്ടി ചേരും. പക്ഷെ പാർട്ടി ചേരാൻ പോകുന്നതിന് മുന്നേ നമ്മളെ കുട്ടി ഉസ്താദിനെ കണ്ടിട്ട് ഇയാള് ഞാൻ വിളിക്കുമ്പോൾ നീ വരണോന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇയാൾ മുഖ്യമന്ത്രിയാവും. എന്നിട്ട് ഒരു ദിവസം ഇയാൾ കല്യാണത്തിന് പോയ സമയത്ത് ഇയാൾ വെടിയും കൊണ്ട് കിടപ്പിലാവും. അപ്പൊ എല്ലാരും കൂടി വേറെ ഏതൊരുത്തരം പിടിച്ച് കുറച്ച് കാലത്തേക്ക് ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയെ നിയമിക്കും. ഇയാളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റിൽ പടാവും. അന്നേരമാണ് നമ്മളെ വില്ലന്റെ ഇൻട്രോ, നല്ല നാഗപ്പ. ഈ നല്ല നാഗപ്പൊക്കെ CM ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഷ് മുഖ്യമന്ത്രിനെയും ഈ താൽക്കാലിക മുഖ്യമന്ത്രിനെ അടിച്ച് ചുമരുമ കിട്ടുന്നത്. ഇത് കേട്ടപാട് ബാക്കിയെല്ലാം കൂടി പേടിച്ച് നല്ല നാഗപ്പനെ മുഖ്യമന്ത്രിയെ നിയമിക്കും. അങ്ങനെ നമ്മളെ നല്ല നാഗപ്പ നല്ല ഊമ്പിയ വരണം കാഴ്ച വെക്കുന്നതിന്റെ ഇടയിലാണ് കാട്ടിൽ നിന്നൊരു വധൂരി ഇവന്റെ മോനെ വിളിക്കുക. ഈ നല്ല നാഗപ്പന്റെ മോനാണെങ്കിൽ ടൗണിൽ നല്ല ലക്ഷറി ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കല. എന്നിട്ട് വിളിച്ചിട്ട് ഇയാൾ പറയും, എടാ മണ്ട, നീ കാട്ടിൽ വേടാ, ടൗണിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല കിട്ടില്ല സാധനം കാട്ടി കിട്ടും. ഇത് കേട്ടപാട് ഇവന്റെ കുറെ മണ്ടൻ ഫ്രണ്ട്സും കൂടി കാട്ടിലേക്ക് പോകും. ശരിക്കും കാട്ടുന്ന ഈ വധൂരി എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇവന്റെ 25 കിലോ കഞ്ചാവ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഇവൻ CMന്റെ മോനല്ലേ, ഇവനെ കൂളായിട്ട് തിരിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഇവനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിന്റെ കഞ്ചാവ് തിരിച്ചടാ പട്ടികളെ എന്ന് പറഞ്ഞു ഏതൊരു പാവം പോലീസുകാരനെ പിടിച്ചിട്ടടിക്കും. ഇത് കണ്ടപാടെ ഒരു പോലീസുകാരൻ സൈഡിലോട്ട് മാറി എന്നിട്ട് ഉസ്താദിനെ വിളിക്കും. ഫോണെ വിളിച്ച് 5 സെക്കൻഡിൽ ഇവൻ പോലീസ് സ്റ്റേഷനിലെത്തും. വിളിക്കും നോക്കിയാ ഉളുപ്പുണ്ടാ പോലീസ് പോലും. പോലീസ് നേരത്തെ ഒരു പാവം SIനെ ചവിട്ടി കൂടുമ്പോൾ നോക്കി എന്നിട്ട് ഇപ്പൊ വിളിക്കും. ഈനെല്ലാരും പോലീസിലെടുത്തിന് മണ്ടന്മാരെ പോലത്തെ കുറെ എണ്ണം. നമ്മളെ ഉസ്താദ് വന്നിട്ട് പിന്നെ പറയണ്ടല്ലോ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ മാസ് ഡയലോഗും കുറെ സ്ലോ മോഷനും കുറെ BGM കുറെ ഫൈറ്റും. പിന്നെ എല്ലാ മൂവിയിലുള്ള പോലെ തന്നെ അടിക്കാൻ വരുന്നവരെല്ലാം 1 by 1 ആയിട്ട് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളെ നായകന് വലിയ പ്രശ്നമില്ല. നമ്മൾ ഉസ്താദല്ലേ ഈസി ആയിട്ട് അടിച്ചിട്ടു. അതല്ല കഴിഞ്ഞ് കോട്ടിൻ സ്യൂട്ടിലിട്ട് ഏതോ എടുത്ത ഇവന് പുതിയ പണി കൊടുക്കാൻ വേണ്ടി കാട്ടിനുള്ളിലേക്ക് വരും. ഏതോ ഒരു പണക്കാരൻ തന്നെയോ അയാളെ ഫാമിലിയും വരുന്നുണ്ട് പോലും പ്രീ വെഡിങ് ഫംഗ്ഷന്. അപ്പോൾ അയാളെ മോക്ക് ഈ കാടിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം പോലും. അപ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഒരു ടൂർ ഗൈഡും ആയിട്ടാണ് നമ്മൾ ഉസ്താദിനെ ഹയർ ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ റിച്ച് തണ്ടിയും ഇയാളെ ഫാമിലിയും കൂടി കാട്ടിലെത്തും. നോക്കുമ്പോൾ മോളാരാ, നമ്മളെ റാഷി. ഇവളെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി ഡിപ്രഷൻ അടിച്ചിരുന്ന 2 മണ്ടൻ ഡോക്ടർമാരെയും കൂട്ടിയിട്ട് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രീ വെഡിങ് ഫംഗ്ഷനിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്ന ഡാൻസ് മാസ്റ്റർ ഏതോ ഒരു പടത്തിൽ ചാൻസ് കിട്ടി എന്നിട്ട് ഇയാൾ ഓടിപ്പോകും. അപ്പോൾ നമ്മൾ റിച്ച് തണ്ടിന്റെ മാനേജറിനാകെ ടെൻഷനായി. ഡാൻസ് കളിക്കാൻ ആരും ഇല്ലാതുകൊണ്ട് നമ്മൾ ഉസ്താദിനെ കണ്ടവിടെ ഉസ്താദിനോട് 2 സ്റ്റെപ്പ് ഇടാൻ വേണ്ടി പറയും. ഇയാൾ പിന്നെ കേൾക്കേണ്ട താമസം ഇയാൾ 2 സ്റ്റെപ്പും എടുത്തിടും. എന്റെ മോനെ ഡാൻസ് എന്നുള്ള പറഞ്ഞാൽ അച്ചാത് ഡാൻസ് കിടലും സ്റ്റെപ്പ്. അങ്ങനെ കുറെ നേരം ഇവൻ ഈ ഡാൻസ് സഹിച്ച് അങ്ങനെ ലാസ്റ്റ് ഇവന്റെ ഈ അപരാധം പിടിച്ച ഡാൻസ് കണ്ടിട്ട് മാനേജറും അവിടുത്തെ ഡോക്ടർമാരും കൂടി ഇവനെ അടിച്ചു ഓടിക്കും. പിന്നെ നമ്മളെ നല്ല നാഗപുരം കാണിക്കും. ഇയാൾ കാട്ടിൽ അപരാധിക്കാൻ വേണ്ടി പോയി ഇയാളെ മോനെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഫുള്ള് ടെൻഷൻ അടിച്ചിരിക്കില്ല. എങ്ങനെ വിളിച്ചാൽ കിട്ടാനാ, നമ്മളെ ഉസ്താദ് നേരത്തെ എല്ലേനെ അടിച്ചു കൊന്നില്ലേ. ഇവന്റെ മോനെ വിളിച്ചിട്ട് കിട്ടാതുകൊണ്ട് ഇവൻ കാട്ടിലെ വധൂരിനെ വിളിക്കും. അപ്പോൾ വധൂരി പറയും, 4-5 ദിവസം മുന്നേ ഒരു കഞ്ചാവ് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോയതാ, ഇതേവരെ തിരിച്ചു വന്നില്ല. വേഗം ഇങ്ങോട്ടേക്ക് കുറച്ച് പോലീസിനയച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവനെന്ത് പറ്റിയെന്നറിയാൻ മിയാബായിക്ക് കൊട്ടേഷൻ കൊടുക്കും. എന്നിട്ട് ഈ മിയാബായി വേറൊരുത്തിന് കൊട്ടേഷൻ പാസ് ചെയ്യും. എന്നിട്ട് ആ പാസ് കിട്ടിയവൻ വേറൊരുത്തിന് പാസ് ചെയ്യും.
എന്താ ആ പാവം മന്ത്രിന്റെ മോൻ ചത്തോ ഇല്ലെന്ന് പറയാൻ വേണ്ടി ഒരു കൊട്ടേഷൻ തരുമ്പോ നീ എല്ലാം കൊട്ടേഷൻ പാസ് ചെയ്ത് കളിക്കുന്ന. ശരിക്കും നമ്മൾ ഉസ്താദ് ഇവനെ കൊന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാം അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുത്തി കൊന്നിട്ട് ഇവനെ മാത്രം പിടിച്ചത് ഗുഹന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ടുള്ളത്. പിന്നെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഉസ്താദിന്റെ ഡാൻസ് കണ്ടിട്ട് നമ്മൾ റാഷിന്റെ ഡിപ്രഷനിൽ പോകുന്നുണ്ട്. ചിലപ്പോൾ റാഷി ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഇത്രയും വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ. അങ്ങനെ കൊട്ടേഷൻ പാസ് ചെയ്ത് ഏതോ ഒരുത്തൻ ലാസ്റ്റ് കൺഫേം ചെയ്തതിനു ശേഷം ഒക്കെ കൂടി നല്ല നാഗപ്പന്റെ മോനെ തപ്പി ഇറങ്ങും. അങ്ങനെ ലാസ്റ്റ് ഇവന്മാർക്ക് മനസ്സിലാവും ഉസ്താദാണ് തട്ടിക്കൊണ്ടുപോയിന്. എന്നിട്ട് ഈ ഗുണ്ടകളെല്ലാം കൂടി ഉസ്താദിന്റെ പ്രൊട്ടക്ഷനിൽ കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന റാഷിനെ തട്ടിക്കൊണ്ടുപോയാൽ ഇവനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട് റാഷിനെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് റാഷിന്റെ ജീവനോട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്താദ് സറണ്ടർ ആവും. അന്നേരമാണ് നമ്മളെ മിയാബായിക്ക് ഒരു പൂതി, ഇവനാരെ തട്ടിക്കൊണ്ടുപോയി എനിക്ക് അവന്റെ മോന്റെ ഒന്ന് കാണണോ. എന്നിട്ട് അവന്മാരെ വിളിച്ചിട്ട് വീഡിയോ കോളിൽ ഫേസ് കാണിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് വീഡിയോ കോളിൽ നോക്കുമ്പോൾ ആരാ നമ്മളെ ഉസ്താദ്. യാ റബ്ബേ, ഗുണ്ടകളെല്ലാം പേടി സ്വപ്ന. ഉസ്താദിനെ തിരിച്ചറിയാത്ത ഗുണ്ടകളുണ്ട്. ഉസ്താദിനെ കണ്ടപാടി ഇയാൾ പേടിച്ചിട്ട് മണ്ടന്മാരെ ജീവൻ പട്ടിക്ക് കൂടി രക്ഷപ്പെട്ടോന്ന് പറയും. അവിടെ നാഗപ്പന്റെ മോൻ പറയും, അവിടെ പേടിത്തോണ്ടാ, നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്, ഇവനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്. നമ്മൾ ഉസ്താദ് ആരാന്നറിയാണ്ട നീ ഇവന് ഈ ഡയലോഗ് അടിക്കുന്നു. പിന്നെ മിയാബായി വീണ്ടും ഗഞ്ചാൻ തുടങ്ങും. ഉസ്താദെ അവരൊന്നും ചെയ്യരും ഉസ്താദെ, ഇവന്മാരും മണ്ടന്മാരായോണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇത് കേട്ടപാട് പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ അവൻ അവിടെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ നാഗപ്പന്റെ മോന് ദേഷ്യം പിടിച്ചിട്ട് ആ തോക്കിങ് തടം മരമണ്ടാന്ന് പറഞ്ഞ ഒരുത്തിനെ തോക്കും പിടിച്ചേറ്റ് വെടിവെക്കാൻ നോക്കുമ്പോ ബാക്ക് നടി കിട്ടും. യോ ട്വിസ്റ്റ്. പിന്നെ നമ്മൾ ഉസ്താദിന് ചായ വേണമെന്ന് പറയുമ്പോൾ ചായ എല്ലാം കിട്ടുന്നുണ്ട്. കുറെ മാസ് ഡയലോഗും, കുറെ ചായ കുടിക്കലും, കുറെ ചായ കറക്കലും, കുറെ BGM-ഉം എല്ലാം പൊട്ടന്മാരാ. എത്ര എണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തന് വെടിവെച്ച 2 ചുമരുമൊക്കെ വരും. ഇത് അതൊന്നും ചെയ്യാണ്ട് അവൻ പറയുന്ന മാസ് കൊണയും കേട്ട് അവിടെ എങ്ങനെ നിൽക്കും. പിന്നെ അടി തുടങ്ങും മോനെ. നമ്മൾ ഉസ്താദിലേനെ വലിച്ചു കയറി ഒട്ടിക്കും. ഇവന്മാരെന്തിനാണ് ഈ തോക്കെടുത്തിട്ട് മുന്നോട്ടേക്ക് കൊടുക്കുന്നത്? തോക്ക് കൊണ്ട് എന്താ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ടാ? അവിടെ നിന്ന് വെടിവെച്ചാൽ പോരെ. ഒറ്റ ഒരുത്തന്റെ തോക്കൊന്നും ഉണ്ട പുറത്തു വരില്ല. ഉസ്താദ് മാത്രം വെടിവെക്കും. ശരിക്കും സംബന്ധം വെച്ചാല് നമ്മൾ ഉസ്താദ് മിയാബായിക്കും നല്ല നാഗപ്പക്കും വേണ്ടിയിട്ട് സ്കെച്ചായത്. എന്നിട്ട് കിട്ടിയതാണെങ്കിലോ വെടിവെക്കാൻ പോലും അറിയാത്ത കുറെ മണ്ടന്മാരെയും. പിന്നെ ഇവന്റെ ഫ്ലാഷ് ബാക്ക്. പണ്ട് ഒരു ഉത്സവം നടക്കുന്നതിന്റെ ഇടയിൽ കുറെ ഗുണ്ടകൾ വന്നിട്ട് അവിടുത്തെ പൂജാരിനെ ഇട്ടടിക്കും. അപ്പട് വരുമ്പോൾ നമ്മൾ അണ്ണൻ പോലീസായിട്ട് അണ്ണന്റെ ഇൻട്രോന് വേണ്ടിയിട്ട് നമ്മൾ പൂജാരി എന്തെല്ലോ പറയുന്നുണ്ട്. ഇവനത് തേങ്ങയെ കാണിക്കുന്നു. ഇവൻ അടുത്ത് പോയി നിന്നിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കലാന്ന് തോന്നുന്നു. പിന്നെ അടി അണ്ണയെല്ലാം അടിച്ചിടും. കുറെ അണ്ണ അടിക്കാണ്ടെല്ലാം വീഴുന്നുണ്ട്. അങ്ങനെ കുറെ അടിയായതിനു ശേഷം ഇവർ പറയും, നല്ല നാഗപ്പയാണ് ഈ പൂജാരിനെ അടിക്കാൻ പറഞ്ഞയച്ചത്. എന്നിട്ട് ഞാൻ നാഗപ്പന്റെ വീട്ടിൽ പോയി വെറുതെ കുറെ വെടിവെക്കും. എന്നിട്ട് ഇവൻ മേലോട്ടേക്ക് വെടിവെച്ചിട്ട് ഫ്രെയിം ചെയ്ത ഫോട്ടോ എല്ലാം താഴെ വീണ് പൊട്ടുന്നുണ്ട്. ഇയാളെന്ന് സീലിങ്ങിന്റെ മേലെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിന്. എന്നിട്ട് ഇവൻ കുറെ കൊണയും കുറെ ഉപദേശവും കുറെ മാസ ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചു പോകും. നല്ല നാഗപ്പക്കാണെങ്കിൽ ഈ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ വെടിവെച്ച് പൊട്ടിച്ചത് തീരെ പിടിച്ചിട്ടില്ല. എന്നിട്ട് ഈ നല്ല നാഗപ്പന്റെ മൂത്ത മോന് എന്തിനാണ് എൻ്റെ അച്ഛന്റെ സീലിങ്ങിന്റെ മേലെ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ വെടിവെച്ച് പൊട്ടിച്ചിനും ചോദിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോവും. പോലീസ് സ്റ്റേഷനിൽ പോയവിടെ നമ്മൾ ഉസ്താദിന്റെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഇത് കണ്ടപാട് നാഗപ്പന്റെ മോന് ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ അച്ഛന്റെ ഫോട്ടോ വെടിവെച്ച് പൊട്ടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ചായ കുടിക്കുന്നോടാന്ന് പറഞ്ഞ് അവന്റെ ചായ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും. ഉസ്താദിന്റെ ചായ പോയവിടെ ഉസ്താദിന് ദേഷ്യം പിടിച്ചിട്ട് ഇവന്റെ കൈക്കും മേത്തും എല്ലാം കൂടി വെട്ടിക്കൂട്ടിയിടും. ഇവൻ ഇതേടെ എറിയുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉസ്താദ് ടെററിസ്റ്റ് ആയ ഏതോ അജ്മലിനെ പിടിക്കാൻ വേണ്ടി മിയാബായിന്റെ അടുത്തേക്ക് പോകും. അവിടെ കുറെ എണ്ണം ബ്ലാക്ക് യൂണിഫോമും ഷാളും തൊപ്പിയെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഉസ്താദ് ഓരോരുത്തർ അടിച്ചങ്ങ് തുടങ്ങും. എന്നിട്ട് മിയാബായിന്റെ നെഞ്ചിലേക്ക് 2-3 ഉണ്ടിയും കൂടി കയറ്റും. ആപ്പടെ എല്ലാം പേടിക്കും. ഇനിയും മിയാബായിന്റെ നെഞ്ചിൽ ഉണ്ട കയറാണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അജ്മലിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അജ്മലിനെ എടുത്തോണ്ട് പോകും. നമ്മൾ ഉസ്താദിനെ തട്ടേ ശിവകാശി ബ്രദേഴ്സിനെ ഹയർ ചെയ്യും. ഇത് അറിഞ്ഞപാട് നമ്മൾ ഉസ്താദിന്റെ ടീംമേറ്റ്സിനോട് പറയും, ഒന്നും നോക്കണ്ട, ഇപ്പന്മാരെ എവിടെ കണ്ടാലും അപ്പടി വെടിവെച്ച് കൊന്നോളാം. എന്നിട്ട് ശിവകാശി ബ്രദേഴ്സിൽ ഒരുത്തിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് വെടിവെക്കും. ആസ് യൂഷ്വൽ മെയിൻ വില്ലനും മെയിൻ നടനും ഒരിക്കലും വെടികൊള്ളൂലോ. ഇവൻ അങ്ങനെ വെടികൊള്ളൂല. എന്നിട്ട് ഇവൻ ഓടി അടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിൽ കയറും. എന്നിട്ട് ഉസ്താദും ബാക്കിൽ തന്നെ ആ ലേഡീസ് ഹോസ്റ്റലിൽ കയറിയിട്ട് എല്ലാ റൂമിലും പോയി പറയും, ടെററിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, പുറത്തൊന്നും ഇറങ്ങണ്ട, ആരെങ്കിലും കണ്ടു നീ അപ്പടാൻ ഇൻഫോം ചെയ്യണമെന്ന് പറയും. ഏതാടെ വരല്ലോ മുട്ടാൻ വേണ്ടി കാത്തുന്നേ തോന്നുന്നു. മുട്ടുമ്പോഴത്തേക്ക് പുറത്തെത്തി. അങ്ങനെ നമ്മൾ ഉസ്താദ് ലാസ്റ്റ് നായിക ശ്രീലീലന്റെ റൂമിലെത്തും. നോക്കുമ്പോണ്ടാ ഇവളെ റൂമിലെ ടെററിസ്റ്റ്. ഇവനപ്പട് വെടിവെച്ചോളൂ. ഇത് കണ്ടവിടെ നമ്മൾ ശ്രീലീലക്ക് നമ്മൾ ഉസ്താദിനോട് ലവ് ആവും. ഇവളിതിൽ ആർജയാണ്. പിറ്റേന്ന് FM പോയിട്ട് ടെററിസ്റ്റിനെ പിടിച്ചു കൊടുത്തത് ഞാനാന്ന് പറഞ്ഞ് ഫുള്ള് ഷോ. അപ്പടെ ശിവകാശി ബ്രദേഴ്സിലെ ബാക്കിയുള്ള രണ്ടാമത്തെ ബ്രദർ കോൾ ചെയ്തിട്ട് പറയും, ഈ വരുന്ന തിങ്കളാഴ്ചക്കുള്ളിൽ നിന്നെ ഞാൻ കൊല്ലും. ഇത് കേട്ടവിടെ ഇവള് പേടിച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയി പരാതി കൊടുക്കും. അപ്പോൾ ഉസ്താദ് പറയും, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, വരുന്ന തിങ്കളാഴ്ച വരെ 24 മണിക്കൂർ ഞാൻ നിന്റെ പേര് ഉണ്ടാവും പറഞ്ഞ് ഇവളെ ലേഡീസ് ഹോസ്റ്റലിന് മുന്നിൽ ഒരു കസേരയിലിട്ട് ഇവൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങും. അങ്ങനെ തിങ്കളാഴ്ച ഇവള് വള വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇവളെ കഴപ്പ് നോക്കിയ ഒരുത്തൻ അവിടെ ഫോൺ വിളിച്ചിട്ട് തിങ്കളാഴ്ചക്കുള്ളിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച തന്നെ ഇവക്ക് വളയുണ്ടാക്കാൻ വേണ്ടി പുറത്തിറങ്ങണം. അങ്ങനെ ശിവകാശി ബ്രദേഴ്സിലെ രണ്ടാമത്തോൻ ഇവളെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെ മഫ്തിയിലുള്ള കുറെ പോലീസുകാർ വന്നിട്ട് ഇവനെ വെടിച്ചിടും. നമ്മളെ അണ്ണനെ ഇതെല്ലാം പണ്ടേ അറിയാം ഇവളിങ്ങനെല്ലാം ചെയ്യും.
ഇവന്റെ ഡയലോഗ് നോക്കിയാ ഇവന്റെ ഡയലോഗിനൊന്നും ഒരു കുറവില്ല. അന്ന് സ്റ്റേഷനിൽ പോയിട്ട് മാങ്ങി കൂട്ടിയിട്ട് തിരിച്ചു വന്നതിന്. എന്നിട്ട് ഈ നല്ല നാഗപ്പനെ ഇവന്റെ മൂത്ത മോനും കൂടി ഇവനെ തീരെ പേടിയില്ല, ഇവനെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ശ്രീലീലയാന്ന് വെച്ചിട്ട് ഇവളെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോയിട്ട് പീഡിപ്പിക്കും. ഈ റൈപ്പ് ന്യൂസ് അറിഞ്ഞവിടെ എല്ലാ ടി വി റിപ്പോർട്ടേഴ്സും കൂടിയിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് കുറെ കാലമായി നല്ല സ്പൈസി ന്യൂസ് ഒന്നും ഇല്ല, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. സ്പൈസി ന്യൂസ് ഞാൻ തരാടെ നായൻ കിടാങ്ങളെന്നും പറഞ്ഞ് ഉസ്താദ് അവരെ കൊല്ലാൻ വേണ്ടി പോകും. എന്നിട്ട് ഈ റൈപ്പ് ചെയ്തവനെ കൊല്ലാൻ പോയവാട് ഉസ്താദിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നല്ല നാഗപ്പ ഇവനൊരു പേപ്പറും കൊടുക്കും. ഏതായാലും സസ്പെൻഡായി മാറി. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ അണ്ണൻ ഇവന്റെ കഴുത്തിൽ കുത്തിയങ്ങ് ഇറക്കും. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസത്തിന് ശേഷം ശ്രീലീലന്റെയോ നമ്മൾ ഉസ്താദിന്റെ കല്യാണം. നമ്മളെ മുഖ്യമന്ത്രിയായ മാഷി ഫസ്റ്റ് ഒരു കല്യാണത്തിന് വന്നിട്ട് വെടികൊണ്ട് കിടപ്പിലാവില്ലേ, ആ കല്യാണമാണ് ഈ കല്യാണം. പട്ടസ ഹെഡ് ഷോട്ട്. ഇതാണ് വൈഫ് വെടികൊണ്ട് മരിക്കുമ്പോൾ എക്സ്പ്രഷൻ. പിന്നെ നമ്മൾ ഉസ്താദ് എല്ലാവരും വെടിവെച്ചിടും. ഇവനെന്നായി ചെയ്യുന്നത് വെടിവെക്കൽ തന്നെയാ. അതിനുശേഷമാണ് താൽക്കാലിക മുഖ്യമന്ത്രിയായ ഒരുത്തനെ അടിച്ച് ചുമരുമ കയറ്റിട്ട് നല്ല നാഗപ്പ സെയിം ആകുന്നു. അങ്ങനെ വെടികൊണ്ട് കിടപ്പിലായ CM നമ്മൾ ഉസ്താദ് നാട് വിട്ടു പോയാൽ മാത്രമേ ബെറ്റർ ചികിത്സക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂർ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറെ ഇവന്റെ ഫ്ലാഷ് ബാഗെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ഉസ്താദ് നാഗപ്പന്റെ മോനെ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. മെയിൻ ടെററിസ്റ്റായ ബാഗ്ദാദ് വന്നാൽ മാത്രമേ ഇവനെ വിട്ടുതരുമെന്ന് കൂടി പറയൂ. അങ്ങനെ ലാസ്റ്റ് ബാഗ്ദാദ് പുറത്തിറക്കും. എന്നിട്ട് ബാഗ്ദാദും അയാളെ ടീം മെമ്പറും വന്നിട്ട് തോക്കും പിടിച്ച് കുറെ കൊണയടിക്കും. അങ്ങനെ ഇവരെ കൊണയാലെങ്ങനെ ലാസ്റ്റ് വെടിവെക്കാൻ നേരം അഗൈൻ ട്വിസ്റ്റ്, ഇവൻ ഉസ്താദിന്റെ ടീമാ. പിന്നെ അടി ആസ് യൂഷ്വൽ. ഇതിൽ നമ്മൾ ഉസ്താദ് ഡയലോഗ് പറഞ്ഞ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലവരായ ഗുണ്ടകളും ഉണ്ട്. ഇവൻ പറയുന്ന ഈ മാസം ഫുള്ള് കേട്ട് വെടിവെക്കാണ്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. അവരുടെ ടീമിലുള്ള ഒറ്റ ഒരുത്തിനും വെടിവെക്കൂല. എല്ലാൻ്റെ കയ്യിൽ കളിത്തോക്കാൻ തോന്നും കൊടുത്തുവിട്ടിന്. അല്ല ഇവന്മാർക്കെല്ലാം കൂടി വെടിവെക്കാൻ അറിയായിട്ടാ. ടെററിസ്റ്റ് ആവുമല്ലോ ടെററിസ്റ്റ്. പിന്നെ പറയണ്ടല്ലോ നമ്മൾ ഉസ്താദ് മറ്റൊന്നും കൂടി എല്ലാവരും കൊല്ലും. പിന്നെ ഇവൻ അവിടെ നിന്ന് നേരെ നല്ല നാഗപ്പൻ്റെ അടുത്ത് പോയിട്ട് സൈനൈഡ് കൊടുത്തിട്ട് സൂയിസൈഡ് ആകാൻ വേണ്ടി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. നല്ല നാഗപ്പയാണെങ്കിൽ ജെയിംസ് മുട്ടായാന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കടിച്ച് മുറിച്ച് തിന്നു. അത്രേ ഉള്ളൂ. ബാക്കി കാലം ഇവൻ കാട്ടിനുള്ളിൽ കൗബോയ് ആയി ജീവിക്കും. Like the video and subscribe.